മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വരുന്നത് പ്രിപ്പറേഷനാണ്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻസും ഉണ്ട്, ഹാലോ അരീൻസും ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാലോ ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷനാണ്. ഹാലോ ആൽക്കീൻസിന് മെയിനായിട്ട് നമ്മൾ 3 മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ വരുന്നത് ഫ്രം ആൽക്കഹോൾ, സെക്കൻഡ് വൺ വരുന്നത് ഫ്രം ഹൈഡ്രോ കാർബൺ, ആൻഡ് തേർഡ് വൺ വരുന്നത് ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും നമ്മളടുത്ത് ഡയറക്റ്റ് ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതുക, പ്രിപ്പറേഷൻ്റെ ഒരു മെത്തേഡ് എഴുതുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ചോദിച്ച് കാണാറില്ല. ഹൗ വിൽ യു പ്രിപ്പയർ എത്തനോൾ ടു 1-chloroethane, അതായത് ആൽക്കഹോളിൽ നിന്ന് എങ്ങനെ ഹാലോ ആൽക്കിൻ പ്രിപ്പയർ ചെയ്യാം അങ്ങനെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിപ്പറേഷൻ ഹെഡ് വൈസ് പഠിക്കരുത്, എവിടെ നിന്ന് എവിടേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വേണം മനസ്സിലാക്കി പഠിക്കാനായിട്ട്. സോ ഒന്നാമത്തെ പ്രിപ്പറേഷൻ നമ്മൾ ഫ്രം ആൽക്കഹോളിൽ നിന്ന് നോക്കാൻ പോവാണ്. സോ ഫ്രം ആൽക്കഹോളിൽ നിന്ന് തന്നെ നമുക്ക് 3 റിയേജൻസ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ, അതിൽ തന്നെ ഫസ്റ്റ് വൺ വരുന്നത് ഹാലജൻ ആസിഡ്സ് ആണ്. ഹാലജൻ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള റിയേജൻസ് ആണ്. HCl, HF, HBr, HI, ഇതൊക്കെ നമ്മുടെ ഹാലജൻ ആസിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, സോ നമ്മളിങ്ങനെ ജസ്റ്റ് ഈ 3 ആസിഡ്സ് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ ഇതിൽ ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആസിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ HI ആണ് കുറച്ചും കൂടെ സ്ട്രോങ് ആസിഡ് വരുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയോഡിൻ ലാർജ് സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ Hനെ, ഹൈഡ്രജനെ പെട്ടെന്ന് റിലീസ് ചെയ്യും. ഓക്കെ, സോ ആസിഡിൻ്റെ സ്ട്രെങ്ത് പറയുന്നത് ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടായത് കൊണ്ടാണ് നമ്മൾ HI ഈസ് ദ സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞത്. നമ്മൾ കൂടുതലും റിയാക്ഷൻസ് ചെയ്യാൻ HCl, HBrനെയാണ് ചൂസ് ചെയ്യാറ്. ഓക്കെ, സോ ഫ്രം ഹാലജൻ ആസിഡ് എന്നുള്ളൊരു പ്രിപ്പറേഷൻ, ഹാലജൻ ആസിഡ് യൂസ് ചെയ്തിട്ടുള്ള ആൽക്കഹോൾ എന്നുള്ള പ്രിപ്പറേഷൻ നോക്കുമ്പോൾ CH3, CH2OH. ഓക്കെ, ഇത് 2 കാർബണുള്ള ആൽക്കഹോളാണ്. സോ ദിസ് ഇസ് എത്തനോൾ. ഓക്കെ, എത്തനോളിനെ നമുക്ക് എന്താക്കി മാറ്റണം? 1-chloroethane ആക്കാനാണ് പോകുന്നത്. 1-chloroethane. ഓക്കെ, സോ ജസ്റ്റ് ഇവിടുത്തെ OH റീപ്ലേസ്ഡ് ആയിട്ട്, OHന് പകരം ഒരു ക്ലോറിൻ അവിടെ വന്നു കഴിഞ്ഞാൽ അത് 1-chloroethane ആയിട്ട് മാറും. ഓക്കെ, സോ ക്ലോറിൻ കണ്ടെയ്നിങ് റിയേജൻറ്റ് കോൺസെൻട്രേറ്റഡ് HCl ഇൻ ദ പ്രസൻസ് ഓഫ് ZnCl2 ആണ് നമ്മളിവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് OH റീപ്ലേസ് ചെയ്തിട്ട് OHും HCl, Hും കൂടെ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ക്ലോറിൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും. സോ യു വിൽ ഗെറ്റ് CH3, CH2Cl. നമുക്കിവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതിനനുസരിച്ച് എത്തനോളിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഹാലോ ആൽക്കീൻസിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതാണ് ആൽക്കഹോളിൽ നിന്നുള്ള ഫസ്റ്റ് പ്രിപ്പറേഷൻ യൂസിങ് ഹാലജൻ ആസിഡ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പ്രിപ്പറേഷൻ, ആൽക്കഹോളിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രിപ്പറേഷനാണ് യൂസിങ് PCl5 ആൻഡ് PCl3, ഫോസ്ഫറസിൻ്റെ ഹാലൈറ്റ്സ് യൂസ് ചെയ്യുന്ന പ്രിപ്പറേഷൻ. ഓക്കെ, സോ ഇതുപോലെ തന്നെ നമുക്ക് ഞാനിവിടെ പ്രൊപ്പനോൾ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. പ്രൊപ്പനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാർബണുള്ള ആൽക്കഹോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊപ്പനോൾ എന്ന് പറയുന്നത്. സോ പ്രൊപ്പനോളിലേക്ക് ഞാൻ ആദ്യമേ PCl5 റിയേജൻ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഹാലജൻ ആണല്ലോ. അതായത് ഇവിടെയുള്ള OHനെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ മേജർ പ്രൊഡക്റ്റ് വരുന്നത് CH3, CH2, CH2Cl. ഓക്കെ, സോ നമ്മുടെ ഇവിടുന്ന് OH റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ PCl4, 4 ക്ലോറിനും ബാക്കിയുണ്ട്. ഹൈഡ്രജൻ ഇലക്ട്രോ പോസിറ്റീവും ക്ലോറിൻ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് അത് രണ്ടും കൂടെ HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്തു പോകും. ഓക്കെ, ദെൻ പിന്നെ ബാക്കി ആരൊക്കെയുള്ളത്? ഒരു ഫോസ്ഫറസ്, ഓക്സിജൻ, 3 ക്ലോറിൻ. അപ്പോൾ അത് കൂടി ചേർന്ന് PuCl3 എന്ന് പറയുന്ന ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതേ റിയാക്ഷൻ നമുക്ക് PCl3 വെച്ചും ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ PCl3 വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 3 moles ഓഫ് ആൽക്കഹോൾ വേണം എടുക്കാനായിട്ട്. 3 moles ഓഫ് ആൽക്കഹോളിലേക്കാണ് നമ്മൾ ഒരു PCl3 ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ 3 മോളിക്യൂളിലെയും OHനെ ഇവിടെയുള്ള 3 ക്ലോറിൻ റീപ്ലേസ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് 3 moles ഓഫ് ക്ലോറോഇത്തേൻ കിട്ടും. ഓക്കെ, ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്, അതായത് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു 3 Oയും 3 H ഉണ്ട്, അതുപോലെ തന്നെ PCl3യിൽ P ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഫോസ്ഫോണിക് ആസിഡ് H3PO3 ആണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് PCl3 എന്നുള്ള പ്രിപ്പറേഷൻ വരുന്നത്. ദെൻ ആൽക്കഹോളിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രിപ്പറേഷനാണ് യൂസിങ് തയോണിൽ ക്ലോറൈഡ്, SOCl2. സാധാരണ ചോദിക്കാറുണ്ട്. ഫ്രം ആൽക്കഹോളിൽ നിന്നുള്ള പ്രിപ്പറേഷനിൽ തയോണിൽ ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രിപ്പറേഷനാണ് കുറച്ചും കൂടെ ബെറ്റർ മെത്തേഡ്. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ആൽക്കഹോൾ ചൂസ് ചെയ്തു, CH3, CH2OH.
ഇത് ഏത് ആൽക്കഹോൾ വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ ലെങ്ത്തിന് ഇവിടെ റിയാക്ഷൻ എഫക്റ്റ് വരുന്നില്ല. OH മാത്രം, OH എവിടെയാണോ അതിന് മാത്രമാണ് റീപ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ OHലോട്ട് നമ്മൾ തയനൈൽ ക്ലോറൈഡ് SOCl2 ആഡ് ചെയ്യാണ്. കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്നത് പിരിഡിനാണ്. ഓക്കെ, സോ ഇവിടെ എന്ത് സംഭവിക്കും? OH റീപ്ലേസ് ആയിട്ട് തയനൈൽ ക്ലോറൈഡിൽ ഒരു Cl ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മേജർ പ്രൊഡക്റ്റ് കിട്ടി, CH3 CH2 Cl. ഇനി ഇവിടെ റിമൈനിങ് ആരൊക്കെ ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ OH ഉണ്ട്, തയനൈൽ ക്ലോറൈഡിൽ SOCl ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രജൻ ഇലക്ട്രോ പോസിറ്റീവും ക്ലോറിൻ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്തു പോകും. ദെൻ ബാക്കി ഇവിടെ വരുന്നത് SOയും ഇവിടെയുള്ള ഒരു Oയും ആണ്. അത് രണ്ടും കൂടെ കൂടി ചേർന്ന് SO2 ആയിട്ട് പോകും. ഓക്കെ, സോ HCl ആണെങ്കിലും SO2 ആണെങ്കിലും അതാണ് നമ്മുടെ ഇവിടെ രണ്ട് ബൈ പ്രോഡക്റ്റ് വരുന്നത്. രണ്ടും ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ആയ കാരണം ഗ്യാസായിട്ട് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് മാത്രമേ അവിടെ റിമൈൻ ചെയ്യുള്ളൂ. അപ്പോൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു മെത്തേഡ് ഇവിടെ ആവശ്യമില്ല. ബൈ പ്രോഡക്റ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് ആസ് ഇറ്റ് ഇസ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അത് തന്നെ എലിമിനേറ്റ് ആയി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് മിസ് പറഞ്ഞത് ആൽക്കഹോളിൽ നിന്നുള്ള പ്രിപ്പറേഷനിൽ ബെറ്റർ മെത്തേഡ് വരുന്നത് തയനൈൽ ക്ലോറൈഡാണ്. ഓക്കെ, സോ ആൽക്കഹോളിൽ നിന്ന് നമ്മൾ 3 മെത്തേഡ്സ് കണ്ടു. ഫ്രം ആൽക്കഹോൾ യൂസിങ് ഹാലജൻ ആസിഡ്സ് കണ്ടു, യൂസിങ് PCl5 ആൻഡ് PCl3, ആൻഡ് ലാസ്റ്റ് വണ്ണാണ് തയനൈൽ ക്ലോറൈഡ്. ഓക്കെ, സോ ഫസ്റ്റ് പ്രിപ്പറേഷൻ അത്രേ വരുന്നുള്ളൂ. സെക്കൻഡ് പ്രിപ്പറേഷൻ പറയുന്നത് ഫ്രം ഹൈഡ്രോ കാർബൺസ് ആണ്. ഫ്രം ഹൈഡ്രോ കാർബൺസിൽ നമ്മളിവിടെ മെയിനായിട്ട് 2 പേരേ എടുക്കുന്നുള്ളൂ, ആൽക്കെയിനിൽ നിന്നുള്ള പ്രിപ്പറേഷനും ആൽക്കീനിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ വരുന്ന എവിടെ നിന്നാണ്? ഫ്രം ആൽക്കെയിൻ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ വരുന്നത് എങ്ങനെയാണെങ്കിലും അവിടുത്തെ മെക്കാനിസം വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഓക്കെ, സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എല്ലാം ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇപ്പം ഞാനൊരു CH4 എടുത്തു. CH4 എന്ന് പറഞ്ഞാൽ ഒരു കാർബണുള്ള ഹൈഡ്രോ കാർബൺ ആണ്, വിച്ച് ഇസ് മീത്തേൻ. അതിലേക്ക് നിങ്ങൾക്ക് ക്ലോറിനെയോ ബ്രോമിനെയോ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഹാലജനേഷൻസ് സാധാരണഗതിയിൽ ലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കാറ്. ഓക്കെ, സോ ഇവിടെ എന്ത് സംഭവിക്കും? ഹൈഡ്രജനും ക്ലോറിനുമാണ് 2 റിയേജൻസ് ആയിട്ട് വരുന്നത്. ഹൈഡ്രജനേക്കാളും മോർ റിയാക്റ്റീവ് ആണ് ക്ലോറിൻ. അതുകൊണ്ട് ഈ CH4 ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ റീപ്ലേസ്ഡ് ആയിട്ട് പകരം അവിടേക്ക് ആര് വരുന്നു? ക്ലോറിൻ വരുന്നു. സോ നമുക്ക് ആദ്യമേ തന്നെ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 Cl ആയിരിക്കും. 4 ഹൈഡ്രജനിൽ ഒരു ഹൈഡ്രജൻ മാറി എവിടേക്ക് ഒരു ക്ലോറിൻ വരുന്നു. ഓക്കെ, സോ ഇവിടെ ഒരു റിമൈനിങ് ക്ലോറിൻ ഉണ്ടല്ലോ, അതാണ് ഇവിടെ നിന്ന് റിലീസാവുന്ന Hൻ്റെ കൂടെ ബൈ പ്രൊഡക്റ്റായിട്ട് HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്തു പോകുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഏതൊരു ഹാലോആൽക്കീൻ ഏതൊരു ഹൈഡ്രോ കാർബൺ വേണമെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മീത്തേൻ മാത്രമല്ല, നമുക്ക് ഏതൊരു ഹൈഡ്രോ കാർബൺ എടുത്താലും അതിലൊരു H റീപ്ലേസ്ഡ് ആവുന്നു, അതിന് പകരം ഒരു ക്ലോറിനോ ബ്രോമിനോ വരുന്നു. ഓക്കെ, ദെൻ അതേസമയം സെക്കൻഡ് വൺ വരുന്നത് ഹൈഡ്രോ കാർബണിൽ നിന്ന് സെക്കൻഡ് വൺ വരുന്നത് ഫ്രം ആൽക്കീൻസ് ആണ്, ഡബിൾ ബോണ്ടാണ്. ഓക്കെ, ഡബിൾ ബോണ്ടഡ് റിയാക്ഷൻസിനെ ഗവേൺ ചെയ്യുന്നത് അഡീഷൻ ആയിരിക്കും. ഡബിൾ ബോണ്ട് എവിടെയാണോ ഉള്ളത് അവിടേക്ക് അഡീഷൻ ആണ് നടക്കുക. അഡീഷൻ വരുമ്പോൾ നമ്മൾ അപ്പം തന്നെ മാർക്കോണിക്കോവ്സ് റൂളിനെ കുറിച്ച് ഓർത്തിരിക്കുന്നു. മാർക്കോണിക്കോവ്സ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് അഡീഷൻ റിയാക്ഷൻസ് നടക്കുക. ഓക്കെ, സോ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, 2 കാർബണുള്ളൂ, ഒരു ഡബിൾ ബോണ്ട് വരുന്ന റിയാക്ഷനാണ്. സോ 2 കാർബൺ വരുന്നതുകൊണ്ട് നമ്മളതിനെ ഈത്തീൻ എന്ന് വിളിക്കും. ഈ ഈത്തീനിലേക്ക് ഞാനിപ്പോൾ ക്ലോറിൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, Cl2. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുന്നു, 2 കാർബണിലേക്കും ഓരോ ക്ലോറിൻ വെച്ച് ആഡഡ് ആവുന്നു. അതായത് CHCl സിംഗിൾ ബോണ്ട് CHCl. ഓക്കെ, അങ്ങനെയാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുക. ഒരു CH2 കേട്ടോ, ഡബിൾ ബോണ്ട് മാത്രമേ ബ്രേക്ക് ആവുന്നുള്ളൂ, ഹൈഡ്രജൻസിൻ്റെ എണ്ണത്തിന് മാറ്റം വരുന്നില്ല. ഓക്കെ, അതേസമയം CH2 ഡബിൾ ബോണ്ട് CH2ലേക്ക് ക്ലോറിന് പകരം HCl ആണ് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, H പ്ലസും Cl മൈനസും ആയിട്ടാണ് ബ്രേക്ക് ആവുക. അപ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഒരു സൈഡിലേക്ക് Hഉം അപ്പുറത്തെ സൈഡിലേക്ക് Cl ആണ് പോവുക. അതായത് ഇങ്ങനെ CH3 സിംഗിൾ ബോണ്ട് CH2 Cl ആണ് വരിക. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ടിന് അക്രോസ് നിൽക്കുന്ന 2 കാർബണും സിമെട്രിക്കലാണ്. അതിലുള്ള ഹൈഡ്രജൻസിൻ്റെ എണ്ണം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് H പ്ലസ് എങ്ങോട്ട് പോകുന്നു, Cl മൈനസ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. ബട്ട് അതേസമയം CH3 CH ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെയുള്ള ഒരു ആൽക്കീനിലോട്ടാണ് നമ്മൾ അഡീഷൻ നടത്തുന്നത് എങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് CHഉം CH2 ആണ് വരുന്നത്, വിച്ച് ഈസ് നോട്ട് സിമെട്രിക്കൽ. സിമെട്രിക്കൽ അല്ലെങ്കിൽ അഡീഷൻ റൂൾ ഇസ് ഗവേൺഡ് ബൈ മാർക്കോണിക്കോവ്സ് റൂൾ.
ഓക്കെ, മാർക്കോണിക്കോവ്സ് റൂള് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് H+ പോസിറ്റീവ് പാർട്ട് വിൽ ഗോ ടു ദ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ, ദെൻ റിമൈനിങ് നെഗറ്റീവ് പാർട്ട് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബണിലേക്കാണ് പോവുക. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 CHCl CH3 എന്നാണ് കേട്ടോ. ഓക്കെ, സോ ഇതേ റിയാക്ഷൻ അഡീഷൻ റിയാക്ഷനാണ്, പക്ഷെ നമ്മൾ ആരോ മാർക്കിൻ്റെ മുകളിൽ പെറോക്സൈഡ്, അതായത് ഒരു ഓക്സിജനോ പെറോക്സൈഡോ കാണിക്കുവാണെങ്കിൽ അപ്പോൾ മാർക്കോണിക്കോവ്സ് റൂള് പ്രകാരമല്ല, ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂള് പ്രകാരമായിരിക്കും അഡീഷൻ നടക്കുക. അതായത് ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇപ്പോൾ നേരത്തെ മിസ് എടുത്ത് വെച്ച കോമ്പൗണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH2 ആയിരുന്നു. ഇതിലേക്ക് ഞാൻ HCl ആഡ് ചെയ്യുന്നു. പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂളാണ് ഇവിടെ നടക്കുക. അപ്പോൾ മാർക്കോണിക്കോവ്സ് റൂൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആൻറ്റി മാർക്കോണിക്കോവ്സ്. അതായത് പോസിറ്റീവ് പാർട്ട് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡിലേക്കും നെഗറ്റീവ് പാർട്ട് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡിലേക്കും. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ കിട്ടിയതിൻ്റെ നേരെ റിവേഴ്സ് പ്രൊഡക്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കേസിലും മാർക്കോണിക്കോവ്സ് റൂളാണ്. പിന്നെ ശ്രദ്ധിക്കുക, ആരോ മാർക്കിൻ്റെ മുകളിൽ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ പ്രകാരം അഡീഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഫ്രം ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. ആൽക്കെയിൻസ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനും ആൽക്കീൻസ് ആണെങ്കിൽ അഡീഷനും. ഓക്കെ, ദെൻ ലാസ്റ്റ് പ്രിപ്പറേഷൻ മൂന്നാമത്തെ വരുന്നത് ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫ്ലൂറിനെയും അയോഡിനെയും നമുക്ക് ഡയറക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദെയർ റിയാക്ടിവിറ്റി. അവരുടെ കേസിലാണ് നമ്മൾ ഈ ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡും അപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി ക്ലോറിനോ ബ്രോമിനോ പ്രസൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ചെയിനിലേക്ക് ഫ്ലൂറിനെയും അയഡിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ട് നെയിംഡ് റിയാക്ഷൻസ് ആണ്. നെയിംഡ് റിയാക്ഷൻസിന് പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട്. ചിലപ്പോൾ നെയിംഡായിട്ട് തന്നെ ചോദിക്കാം. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ, റിയാക്ടൻറ്റിനെ പ്രൊഡക്റ്റ് ആക്കുന്നത് എങ്ങനെ, കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡിൽ ആദ്യം വരുന്നത് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷനും പിന്നെ സ്വാർട്സ് റിയാക്ഷനും, അങ്ങനെ രണ്ട് മെത്തേഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഫിംഗൽസ്റ്റെയിൻ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓൾറെഡി ക്ലോറിനോ ബ്രോമിനോ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഹാലജൻ എടുക്കുക, അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുക, അയോഡിനെ ആഡ് ചെയ്യുക. അയോഡിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്, സാധാരണഗതിയിൽ സോഡിയം അയോഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അസറ്റോൺ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നതിനനുസരിച്ച് സോഡിയം ബ്രോമൈഡോ സോഡിയം ക്ലോറൈഡോ ആയിട്ട് എലിമിനേറ്റ് ആയി പോയിട്ട് നമ്മുടെ ഹൈഡ്രോ കാർബൺ ചെയിനിലേക്ക് അയോഡിൻ വരുന്ന റിയാക്ഷനാണ് ഫിംഗൽസ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എഫ് കാണുമ്പോൾ ഫ്ലൂറിനാണെന്ന് തെറ്റിദ്ധരിക്കരുത്, അയോഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഫിംഗൽസ്റ്റെയിൻ വരുന്നത്. സ്വാർട്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലൂറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇതുപോലെ തന്നെ ക്ലോറിനോ ബ്രോമിനോ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ഹാലോ ആൽക്കീൻ എടുക്കുക, അതിലേക്ക് ഫ്ലൂറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലൂറിനുള്ള ഒരു കോമ്പൗണ്ട് വെച്ച് റിയാക്ട് ചെയ്യുക. സാധാരണഗതിയിൽ AgF ആണ് നമ്മൾ ചൂസ് ചെയ്യാറ്. അപ്പോൾ അത് AgCl AgBr ആയിട്ട് എലിമിനേറ്റ് ആയി പോയി നമുക്ക് നമ്മുടെ ഹൈഡ്രോ കാർബൺ ചെയിനിൽ ഫ്ലൂറിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും. ഓക്കെ, സോ ഇത്രയും പ്രിപ്പറേഷൻസ് ആണ് ഹാലോ ആൽക്കീൻസിൽ വരുന്നത്. ഫ്രം ആൽക്കഹോൾ, ഫ്രം hydrocarbon, and last one is halogen exchange method.